ഛത്തീസ്ഗഡിൽ റിമാൻഡിൽ കഴിയുന്ന കന്യാസ്ത്രീകൾ ജാമ്യാപേക്ഷ നൽകി. ബിലാസ്പൂർ NIA കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. കഴിഞ്ഞ ദിവസം ഇവരുടെ ജാമ്യാപേക്ഷ ഛത്തീസ്ഗഡിലെ ദുർഗ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. അതേസമയം മതപരിവർത്തനത്തിനെതിരെ സംസ്ഥാനത്തെ വനവാസികൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഏറ്റവും അവസാനം ജാമ്യാപേക്ഷ നൽകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നു. നേരത്തെ ഒരു ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു, എവിടെ ജാമ്യാപേക്ഷ നൽകണം എന്നതിനെ സംബന്ധിച്ച വലിയ സംശയങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബിലാസ്പൂർ NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനുള്ള തീരുമാനം വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വനവാസികളും വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു. കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത്. വിനോദ്, ഇപ്പോൾ ഈ വനവാസികൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഛത്തീസ്ഗഡിന്റെ ബസ്തർ ഉൾപ്പെടുന്ന മേഖലയിൽ. കാരണം അവിടെ നിന്നാണ് ഈ പെൺകുട്ടികളെ കൂടുതലായി മതപരിവർത്തന മാഫിയ, മനുഷ്യക്കടത്ത് മാഫിയ കൊണ്ടുപോകുന്നത്. തങ്ങളുടെ പെൺമക്കളെ ഇതേപോലെ കൊണ്ടുപോകുന്നതിനെതിരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായ ഇടപെടൽ വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. മാത്രമല്ല, അവരുടെ നേതൃത്വത്തിൽ മഹാപഞ്ചായത്തുകൾ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗ്രാമ മേഖലകളിൽ, അവരുടെ വനവാസി ഗ്രാമങ്ങളിൽ. അതോടൊപ്പം എല്ലാ വനവാസി ഗ്രാമാതിർത്തികളിലും ബോർഡ് സ്ഥാപിക്കുകയാണ്. ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇവിടേക്ക് പ്രവേശനമില്ല എന്ന രീതിയിൽ. വലിയ കലാപകലുഷിതമായ സാഹചര്യത്തിലേക്കാണ് ഈ ഒരു ഒറ്റ വിഷയത്തെ നമ്മുടെ രാഷ്ട്രീയക്കാരും അതോടൊപ്പം തന്നെ സഭയും ഒപ്പം മറ്റ് മാധ്യമങ്ങൾ, ഒരു വിഭാഗം മാധ്യമങ്ങളും കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഈ ട്രൈബൽ ബെൽറ്റിലേക്ക് കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത വിധം ഒറ്റപ്പെടുകയാണ് കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ മിഷണറിമാർ ഇപ്പോൾ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ മതം മാറ്റം എന്ന പതിവ് രീതി ഇനി അവിടെ നടക്കില്ല എന്നുള്ളതാണ് ആദിവാസി വിഭാഗം പറയുന്നത്. അവരവിടെ വലിയ ഫ്ലക്സുകളൊക്കെ തന്നെ കൊണ്ടുകെട്ടി വലിയ ബോർഡുകൾ നിരത്തി ഇവരെ ഇനി ഈ ഗ്രാമത്തിലേക്ക് പ്രവേശനമില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, ഛത്തീസ്ഗഡിന് മാത്രമായി ഈ അവരുടെ തനതായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിന് നിയമമുണ്ട്. പെസ ആക്ട് എന്നാണ് അതിന് പറയുന്നത്. ആ നിയമപ്രകാരമാണ് നിലവിലിപ്പോൾ ഇവർ ഈ ബോർഡ് സഹിതം വെച്ചിരിക്കുന്നത്. കൂടുതൽ നടപടികൾ കടുക്കുകയാണ്. എന്തായാലും ഒട്ടും ശുഭകരമായ കാര്യമല്ല സംഭവിക്കുന്നത് ഒരു വശത്ത്. അതേസമയം ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ നിലവിലിപ്പോൾ NIA കോടതിയിലേക്ക്, ബിലാസ്പൂർ NIA കോടതിയിലേക്ക് വന്നിട്ടുണ്ട്. അവർക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അത് പതിയെ നീങ്ങി NIA കോടതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് അവർക്കും ബോധ്യമുണ്ട്. അതല്ലാതെ നേരത്തെ പല ആളുകൾ പറഞ്ഞതുപോലെ ജാമ്യത്തിന് വിവിധ ഇടങ്ങളിൽ നിന്നും സഹായം കിട്ടിയിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ചില ഒത്തുതീർപ്പുകളൊക്കെ നടന്നു. ആ പെൺകുട്ടി മൊഴി മാറ്റിയത് തന്നെ ഒത്തുതീർപ്പിന്റെ ഫലമായാണ്. പക്ഷേ NIA കോടതി വഴി തന്നെ മൂവ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീകാന്ത്, ഒരു കാര്യം കൂടി, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇക്കാര്യത്തിൽ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളൊരു വാർത്തയും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. ശ്രീകാന്ത്. വിനോദ്, ഛത്തീസ്ഗഡ് ഭവനിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഡൽഹിയിലെത്തിയത്. കന്യാസ്ത്രീ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അല്ല അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിയത്. അതിനുശേഷം അദ്ദേഹം BJP ദേശീയ അധ്യക്ഷനെ കണ്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ ഇന്ന് രാവിലെ കാണാനെത്തി എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സാധാരണ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഡൽഹിയിൽ ദേശീയ തലസ്ഥാനത്തെത്തുമ്പോൾ ഈ കൂടിക്കാഴ്ചകൾ പതിവാണ്. അതിനപ്പുറത്തേക്ക് ഇതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നുള്ളത് ബന്ധപ്പെട്ട മന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ ഓഫീസ് തന്നെ വ്യക്തമാക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം അമിത്ഷായുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് MP-മാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിലൊക്കെ തന്നെ വ്യക്തത വരണമെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് തന്നെ പറയണം. ഇന്ന് രാവിലെ ഞാൻ കണ്ടത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും എന്ന ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം പോയതും. അപ്പോൾ അവ്യക്തത ആ കാര്യത്തിലുമുണ്ട്. കാത്തിരുന്ന് കാണുക മാത്രമേ വഴിയുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. വ്യക്തമാണ്. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ബിലാസ്പൂർ NIA കോടതിയിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വനവാസികൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു. മതപരിവർത്തനം നടത്തുന്നവർക്ക് തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് പ്രവേശനമില്ല എന്ന് കാട്ടി അവർ വലിയ ബോർഡുകൾ അവരുടെ മേഖലകളിൽ സ്ഥാപിക്കുന്നു തുടങ്ങിയ വാർത്തകളാണ് ഛത്തീസ്ഗഡിൽ നിന്നും ശ്രീകാന്ത് നൽകുന്നത്.